അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ അഡിക്റ്റഡ് ആണോ എന്നിപ്പോൾ എങ്ങനെ ഒരാൾക്ക് അറിയാൻ പറ്റുക? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇപ്പോൾ 5ാം ക്ലാസ് 4 മണിക്ക് കുട്ടികളുടെ കയ്യിൽ മൊബൈലുണ്ട്. അവർ സ്ഥിരമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഫോണ് വാങ്ങി വെച്ചാൽ അവർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ എപ്പോഴും പരാതി പറയുന്നൊരു വിഷയം ഈ ഭാഗം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് അഡിക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഒരു പാരൻറ്റിനോ അല്ലെങ്കിൽ സ്വയം അറിയാനൊക്കെ എന്തെങ്കിലും വഴിയുള്ളത്? നമ്മൾ സോഷ്യൽ മീഡിയനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ മൊബൈൽ ഫോണാണല്ലോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണ് ശരിക്ക് നമ്മളുടെ ഒരു എക്സ്റ്റേണൽ ഓർഗൻ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണിന് നമ്മൾ അഡിക്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതൊരു നോർമലൈസ്ഡ് അഡിക്ഷൻ പോലെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. മാറ്റിയെടുത്താൽ എന്തായാലും കഴിയൂല. ഇല്ല, നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നെ ഇപ്പോൾ സാധാരണ പറയാറുണ്ട് 1 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് മിനിമം ഒരു 4 പ്രാവശ്യമെങ്കിലും ഒന്ന് അൺലോക്ക് ചെയ്യാനുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. നമ്മൾ വെറുതെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇങ്ങനെ നോക്കുന്ന രീതിയുണ്ട്. അത് തന്നെ പിന്നെ ഒരു അഡിക്ഷൻ്റെ ടെൻഡൻസിയാണ് അത് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ് റാൻഡം വൈബ്രേഷൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഫോൺ വൈബ്രേറ്റ് ചെയ്യണ പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഫോൺ ബെല്ലടിക്കുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു അഡിക്ഷൻ്റെ ഒരു ലക്ഷണമായിട്ട്, കാരണം നമ്മൾ അതിനോട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് പറയുന്നത്. ഒന്ന് ഇപ്പോൾ ഇങ്ങനെ ഈ ടെംപ്റ്റേഷൻ ഉണ്ടാവും അൺലോക്ക് ചെയ്ത് നോക്കാനുള്ള. നമ്മൾ ഇപ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ ഇപ്പോൾ ഒരു കുട്ടി മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് മൊബൈലൊക്കെ മാറ്റി വെച്ച് കുറേ സമയം മാറ്റി വെച്ചാൽ 12 അവേഴ്സൊക്കെ മാറ്റി വെച്ചാൽ പിന്നെ ഇത് കിട്ടാനുള്ളൊരു ഇതുകൊണ്ട് ഒരു കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ ഉണ്ടാകും. അപ്പോൾ ഭയങ്കര ആങ്സൈറ്റിയും പിന്നെ ദേഷ്യവും ഇതൊക്കെ വരും. അപ്പോൾ അത് ഇതിൻ്റെ ലക്ഷണമാണ്. നമുക്കൊരു അഡിക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. ഒരു 24 അവേഴ്സൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ടീനേജേഴ്സ് കൂടുതൽ ഇൻസ്റ്റയിലാണ്. അപ്പോൾ ഇൻസ്റ്റയൊക്കെ ഉപയോഗിക്കുന്നപ്പോൾ ആളുകൾ സ്ഥിരമായിട്ട് ഇൻസ്റ്റ ഉപയോഗിക്കുന്നത് അവരുടെ അടുത്ത് നിന്ന് ഒരു 24 അവേഴ്സ് നമ്മൾ ഈ മൊബൈൽ മാറ്റി വെച്ചാൽ, ഇപ്പോൾ കൂടുതൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന സാധനമാണ് FOMO എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. കാരണം ഇവർക്ക് ഫീൽ ചെയ്യും ഞാൻ മാത്രം വേറെ ഏതോ ലോകത്ത് ഒറ്റപ്പെട്ടു, അവരൊക്കെ എന്തൊക്കെയോ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തിലാണ്, ഞാൻ മാത്രം അത് ഓഡ് വൺ ഔട്ടായിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് ഏറ്റവും കൂടുതൽ ടീനേജേഴ്സിനെ ഇതാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് അഡിക്ഷൻ്റെ ഓരോ ലക്ഷണങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്ന വേറൊരു സംഗതി, ഇപ്പോൾ ഒരു 3 ദിവസം നമ്മൾ മൊബൈൽ മാറ്റി വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടിനോട് പറയാം 3 ദിവസം മൊബൈൽ മാറ്റി വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം കുറച്ചും കൂടി നന്നാവും എന്നാണ് പറയുന്നത്. കാരണം അത്രയും സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്താൽ അത്രയും ബന്ധം നന്നാകും എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ഇത് തരുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഇത് സ്വിച്ച് കോസ്റ്റ് എഫക്റ്റ് എന്നാണെന്ന് പറയുക. നമ്മളിപ്പോൾ പഠിക്കുമ്പോഴൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അപ്പോൾ ആർക്കും ഇത് ബാധകമാണ്. നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലെ നോട്ടിഫിക്കേഷൻ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനെ സത്യത്തിൽ ഇത് വല്ലാതെ ഡിസ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വർക്ക്, ഒരു അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളടുത്ത് ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫോണിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുന്നതോടുകൂടി നമ്മളെ ബ്രെയിന് ഒന്ന് സ്വിച്ച് ചെയ്ത് അതിലേക്ക് പോയി, പിന്നെ അത് കുറച്ച് നേരം നോക്കി വീണ്ടും ഇതിലേക്ക് വന്ന്, പിന്നെ ഇതിലൊന്നും കൂടിയും ഈ അസൈൻമെൻറ്റിലേക്ക് വന്ന്, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നോർമലി നമുക്ക് 2 അവേഴ്സ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു വർക്ക് ആണെങ്കിൽ അത് എടുക്കുമ്പോൾ ചിലപ്പോൾ 4 to 5 അവേഴ്സ് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എടുക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് സമയത്തിന് അത് കളയുന്നുണ്ട്. ഇതിനാണ് സ്വിച്ച് കോസ്റ്റ് എഫക്റ്റ് എന്ന് പറയുക ബ്രെയിനിൽ. അപ്പം ഇങ്ങനെ കുറേ ലക്ഷണങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും അഡിക്ഷൻ്റെ. പോണോഗ്രഫി നമ്മളെ ബാധിക്കുന്ന നമ്മൾ ഇന്നാൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ ഈ പിന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ നമ്മളെ പ്രൊഡക്ടിവിറ്റിനെ അതേപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റിനെയൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നുണ്ടോ? നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. വളരെ ഹൈ ലെവലാണ്. അപ്പോൾ ഒന്ന് നമ്മൾ മൈൻഡ്ലെസ് സ്ക്രോളിംഗ് എന്നാണ് ഈ സ്ക്രോളിങ്ങിന് തന്നെ നമ്മൾ പറയുക. അപ്പോൾ പിന്നെ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഒരു പുസ്തകം എടുത്ത് നമ്മൾ വായിച്ചതിൻ്റെ അവസാനത്തെ പേജ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, നമുക്കറിയാം അവസാനത്തെ പേജ് ഉണ്ട്, അത് കഴിഞ്ഞു. പക്ഷേ ഇത് സ്ക്രോൾ ചെയ്താൽ ഇത് തീരുന്നില്ല, ഇതിന് എൻഡില്ല. ഇപ്പോൾ കുറേ പഠനങ്ങളുണ്ട് ആവറേജ് ഒരു മനുഷ്യൻ എത്ര സ്ക്രോൾ ചെയ്യണമെന്നില്ല. അപ്പോൾ അതിലൊരു പഠനത്തിൽ പറയുന്നത് 350 മീറ്ററാണ്. 350 മീറ്റർ പറഞ്ഞാൽ ബുർജ് ഖലീഫൻ്റെ പകുതിയോളം വരും ഏകദേശം. അപ്പോൾ അത്രയും ഒരു മനുഷ്യൻ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ആ സ്ക്രോൾ ചെയ്യുന്നത് തന്നെ വിത്തൗട്ട് എനി ഒബ്ജക്റ്റീവാണ്. ഒരു എന്ത് കാണാൻ വേണ്ടിയാണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. അത് മൈൻഡ്ലെസ് സ്ക്രോളിംഗ് ആണ്. ഇപ്പോൾ അവസാനം 2 വീഡിയോ വെച്ചാൽ പോലും ഓർമ്മ ഉണ്ടാവില്ല. അല്ല, ഇപ്പോൾ ടീനേജ് ടീം അധികം വാട്സപ്പിനേക്കാളും
ഉപയോഗിക്കുന്ന സാധനം ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റയാണ്. അപ്പൊ അതിന്റെ ഒരു അൽഗോരിതം ആ കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കണം. ഭയങ്കര ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഫേസ്ബുക്കിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ചില വളരെ സീക്രട്ട് ആയിട്ടുള്ള ചില ഡോക്യുമെൻറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. യു എസിലെ ഏറ്റവും മുഖ്യധാരയിലുള്ള മാധ്യമമാണ് വാൾ സ്ട്രീറ്റ് ജേണൽ. വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ അവർ ഫേസ്ബുക്കിൻ്റെ ഇൻറ്റേർണലി ഉള്ള ഒരു 13 ഡോക്യുമെൻറ്റ്സ് അവർ പുറത്തു കൊടുത്തിട്ടുണ്ട്. ദ ഫേസ്ബുക്ക് ഫയൽസ് എന്നുള്ള പേരിൽ അത് അവരെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിലുള്ളത്. അതിലൊരു ഫയല്, ആ ഫയലിൻ്റെ പേര് തന്നെ ഹൗ ഇൻസ്റ്റാഗ്രാം ബാഡ്ലി എഫക്ട് ദ മെൻ്റൽ ഹെൽത്ത് ഓഫ് ടീനേജ് ഗേൾസ്. ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനെ എങ്ങനെയെല്ലാം ഇൻസ്റ്റാഗ്രാം മോശമായി ബാധിക്കുന്നുണ്ടെന്നുള്ള. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഫേസ്ബുക്കിൻ്റെ മെറ്റയാണല്ലോ ഇപ്പോൾ ഇവരെ പാരൻറ്റ് കമ്പനി. മെറ്റയുടെ സൈക്കോളജിസ്റ്റുകൾ, റിസർച്ചേഴ്സ് അവർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ ഫാക്റ്റുകളാണ്. അതായത് ഫേസ്ബുക്ക് ഇൻറ്റേർണലി കണ്ടെത്തുകയാണ് ഇൻസ്റ്റാഗ്രാം കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ മോശമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത്. ആ ഫയൽ അവർ പുറത്തേക്ക് കൊടുക്കുന്നില്ല, ഇൻറ്റേർണലി വെക്കുക. പക്ഷേ ഫേസ്ബുക്കിൽ നിന്ന് ചില പ്രശ്നങ്ങൾ കൊണ്ട്, എത്തിക്കൽ റീസൺ കൊണ്ട് റിസൈൻ ചെയ്ത ഫ്രാൻസിസ് ഹ്യൂഗ് എന്ന് പറഞ്ഞൊരു പെണ്ണാണ് ആദ്യം ഇത് പുറത്ത് കൊണ്ടുവരുന്നതും പിന്നെ വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇത് പുറത്തേക്ക് പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഇൻസ്റ്റാഗ്രാം പെൺകുട്ടികളെ ബാധിക്കുന്നതിൻ്റെ ഫയലിൽ പറയുന്ന കുറേ സംഗതികളുണ്ട്. ഈ പെൺകുട്ടികൾ പറയണം, ഞങ്ങൾക്കിത് നിർത്താൻ കഴിയണില്ല, ഞങ്ങൾ അഡിക്റ്റഡ് ആണ് എന്ന് അവർ തന്നെ പറയാണ്. അതിൽ തന്നെ ഞങ്ങൾ എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു എന്നുള്ളതിന് 51% പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങളുടെ ബോഡി ഇമേജ് അതൊന്നും കൂടിയും കാണിക്കാൻ വേണ്ടി, അതൊരു പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനാണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നത്. 49% പെൺകുട്ടികൾ പറയുന്നൊരു സംഗതി, ഞങ്ങളുടെ അട്രാക്റ്റീവ്നെസ് കൂടുതൽ അട്രാക്റ്റീവ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് അതിൽ പറയുന്ന റിപ്പോർട്ടുണ്ട്, ഇത് ഇൻസ്റ്റാഗ്രാം പെൺകുട്ടികളെ ഓവർ സെൽഫ് സെക്ഷുവലൈസേഷനിലേക്ക് കൊണ്ടുപോകുന്നു, ഇവരെ കൂടുതൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം ഒരുപാട് ഇൻസ്റ്റയിൽ ഇപ്പോൾ ഈ കമ്പാരിസൻ്റെ ഇവർക്കൊരു ഐഡിയൽ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ ബോഡി ഇങ്ങനെ ആവണം, നമ്മളെ അട്രാക്റ്റീവ്നെസ് ഇങ്ങനെ ആവണം, അങ്ങനെയുള്ള. അപ്പോൾ അതിനനുസരിച്ച് ആവാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇവർ ഇൻസ്റ്റയിൽ കൂടുതൽ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റ തുടങ്ങാൻ മനസ്സിലാവും. ഇപ്പോൾ ഇൻസ്റ്റേനെ കുറിച്ച് നോക്കുന്ന സ്ഥലത്തൊക്കെ നമുക്കറിയാം, കൂടുതലും പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നതാണ് കൂടുതൽ നമ്മൾ കാണുക. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ അട്രാക്റ്റീവ് ആണ്, എനിക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്നു, എനിക്ക് കൂടുതൽ ലൈക്ക് കിട്ടുന്നു, പോസിറ്റീവായിട്ടുള്ള കമൻസ് കിട്ടുന്നു, ഇത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഡോപ്പമിൻ റഷ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ബോയ്സിനെ സംബന്ധിച്ച് ഈ പെണ്ണ് ഡാൻസ് കളിക്കുന്നത് കാണാൻ അവരെ സംബന്ധിച്ച് കൂടുതൽ ഒരു സെക്ഷൽ പ്ലഷറും കൂടി കിട്ടുന്ന ഒരു ഫീലാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ട് ഭാഗത്തും ഇതിലേക്ക് ഒരു ഗ്ലൂവിങ്, ഒരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികൾ ഇത് കാണാനായിട്ടാണെങ്കിലും കൂടുതൽ ഇൻസ്റ്റയിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നു. ഇവർക്ക് അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ അട്രാക്റ്റീവ്നെസ്, ബോഡി ഷേപ്പ്, ഇങ്ങനെയുള്ള സംഗതികൾ കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് എത്രത്തോളം നമ്മളിപ്പോൾ ഒരു ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുരുഷനുണ്ടാകുന്ന അഡിക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോണോഗ്രഫി. അപ്പോൾ പണ്ട് ഈ എലൈറ്റ് ക്ലാസ്സിലുള്ള ആളുകൾ, അപ്പോൾ കുറച്ചും കൂടി നന്നായി ചരിത്രത്തിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ, ഈ പോണോഗ്രാഫിൻ്റെയൊക്കെ ആദ്യകാല രൂപം എന്ന് പറഞ്ഞാൽ വരച്ചു വെച്ച ചിത്രങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രതിമകൾ ഇതൊക്കെയാണ്. പിന്നുള്ളത് പെണ്ണിനെ, ഇപ്പോൾ എലൈറ്റ് ക്ലാസ്സിലുള്ള ആളുകൾ പെണ്ണിനെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ച് അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പം അന്ന് ഇപ്പോൾ മുമ്പത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ദേവദാസി സമ്പ്രദായമൊക്കെ പെണ്ണിനെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിപ്പിച്ച് എലൈറ്റ് ക്ലാസ്സിലുള്ള ആളുകൾ അത് ആസ്വദിക്കുന്ന രൂപത്തിലേക്ക് വന്നിരുന്നെങ്കിൽ, ഇന്ന് പെണ്ണ് സ്വയം വന്ന് ഡാൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ആണിന് അങ്ങനെ ഒരു എഫേർട്ട് പോലും എടുക്കേണ്ടി വരുന്നില്ല. അവർക്ക് ഫ്രീ ആയിട്ട് പെണ്ണ് മുമ്പിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നത് കാണാനുള്ള ഒരു സിറ്റുവേഷൻ അത് ഉണ്ടാക്കി കൊടുക്കും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇവർക്ക് ഈ ലൈക്ക് കിട്ടുന്നത് ഭയങ്കര ഒരു ഡോപ്പമിൻ റഷ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് ഫയൽസിൽ.
അങ്ങനെ ഇവർ ഇത് പെൺകുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നെന്ന് കണ്ടപ്പോൾ ഒരു പ്രൊജക്റ്റ് ഡെയ്സി എന്ന് പറഞ്ഞൊരു സാധനം ഫേസ്ബുക്ക് 2019-20 ഇവരൊരു ഒരു ഒരു സ്റ്റഡി നടത്തുന്നുണ്ട്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. ഇവർ തീരുമാനിച്ചു നമുക്ക് ലൈക്ക് ബട്ടൺ ഒഴിവാക്കാം ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ചില ലൊക്കേഷൻസ് ബേസ് ചെയ്തിട്ട് ലൈക്ക് ബട്ടൺ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരിത് ചെയ്തു. അതിനാണ് പ്രൊജക്റ്റ് ഡെയ്സി എന്നാണ് പറയുക. ആ പ്രൊജക്റ്റിൻ്റെ പേര് അതായിരുന്നു. അപ്പോൾ ഇവർ കുറച്ച് കാലം ചില ലൊക്കേഷനുകളിൽ ഈ ലൈക്ക് ബട്ടൺ ഒഴിവാക്കി നോക്കുമ്പോൾ ഇവരെ ഇൻസ്റ്റാഗ്രാം ആക്ടിവിറ്റി കുറച്ച് ഡൗൺ ആയി. ഇവരെ ആഡ് റവന്യൂ ഒക്കെ കുറഞ്ഞു. ആഡ് റവന്യൂ കുറഞ്ഞു പറഞ്ഞാൽ 1% ആണ് ഇവരെ റവന്യൂവിലുണ്ടായ കുറവ് കാണിക്കുന്നത്. 1% എന്ന് പറഞ്ഞാൽ 2020 ഇൻസ്റ്റാഗ്രാമിൻ്റെ ആഡ് റവന്യൂ $22 ബില്യൺ ആണ്. $22 ബില്യൺ, ഏകദേശം 2200 കോടി രൂപ വരും. അതിൻ്റെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ 220 കോടി റുപ്യ വരും. അപ്പോൾ എന്നിട്ട് അവരെന്താണ് ലൈക്ക് ബട്ടൺ ഒഴിവാക്കണ്ടെന്ന് തീരുമാനിച്ചത് അവിടെ തന്നെ വെക്കുകയാണ്. അത് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള രൂപത്തിൽ. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് 220 കോടിക്ക് നമ്മളുടെ പെൺകുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ കച്ചവടമാക്കിക്കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം എന്നും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുത. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ സോഷ്യൽ മീഡിയ നമുക്ക് ആളുകളുമായി കണക്ട് ചെയ്യാനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. പക്ഷേ അവിടെ എന്നെ സെക്ഷുവലൈസ് ചെയ്തിട്ട് അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ Expose എന്നെ ചെയ്യാൻ. ആർക്കെങ്കിലും ആസ്വദിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുന്ന ഒരു സ്പേസ് ആക്കിയിട്ടല്ല എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിനെ മാറ്റേണ്ടത്. അതേസമയം എനിക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളെ, ദൂരെയുള്ള ആളുകളെ ഒക്കെ അടുത്തറിയാനുള്ള, കണക്റ്റ് ചെയ്യാനുള്ള ഒരു മീഡിയ ആയിട്ട് നമുക്കതിനെ ഒരു ഷെയറിങ് പ്ലാറ്റ്ഫോമായിട്ട് നമുക്കതിനെ ഉപയോഗിക്കുന്നത്, അതിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ മറുവശം ഇതാണ്, നമുക്കുണ്ടാകുന്ന ഈ ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ബാക്കിയുള്ളവരൊക്കെ ഹാപ്പിയാണ്, അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാവരെയും അറിയിക്കണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അവരെ അറിയിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ലൈക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്ന രൂപത്തിലുള്ള കണ്ടൻറ്റുകൾ ഞാൻ ഉണ്ടാക്കണം. അങ്ങനെ നമ്മളും അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കുട്ടികളിലൊക്കെ അഡിക്ഷൻ വരുന്നൊരു ഭാഗം പറഞ്ഞു. അപ്പോൾ നമ്മൾക്കൊരു പാരൻറ്റിനോട് എന്താ പറയാനുള്ളത്? കുട്ടികളായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അവരെങ്ങനെയാണ് നമ്മളത് ശീലിപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ ശീലിപ്പിക്കാന്നല്ല, ചെറിയ പ്രായത്തിൽ കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ? ലിമിറ്റ് വെക്കണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം? ഈ റീസെൻ്റ്ലി വ്യാപകമായിട്ട് കണ്ടുവരുന്ന സാധനമാണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. വെർച്വൽ ഓട്ടിസം 3 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ സ്ക്രീനിനോടുള്ള അമിതമായ അറ്റാച്ച്മെൻറ്റ് മൂലം ഒരു വെർച്വൽ ലെവലുള്ള ഓട്ടിസം. അതായത് കുട്ടി അവൻ കാണുന്ന സ്ക്രീനിലെ ക്യാരക്ടേഴ്സിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുക, സംസാരിക്കുക, ഇങ്ങനത്തെ ചിലപ്പോൾ ആ ലാംഗ്വേജ് സംസാരിക്കുക. അപ്പോൾ അത് വെർച്വൽ ഓട്ടിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സാധാരണ സൈക്കോളജിസ്റ്റുകളെല്ലാം പറയാറ് 3 വയസ്സ് വരെ ഒരു സ്ക്രീനും കാണിക്കരുത് കുട്ടിയെ. നമ്മൾക്ക് വീടുകളിൽ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളെ സംബന്ധിച്ച് കുട്ടിയെ അടക്കിയിരുത്താൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഫോണ് കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ന്യൂറോൺ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ആദ്യത്തെ 3 വയസ്സ് വരെയുള്ള സമയത്ത് ഈ ന്യൂറോൺ ഡെവലപ്മെൻറ്റ് കണക്ഷൻസ് ഫുള്ള് ഉണ്ടാവുന്നത് ഈ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മളെ കുട്ടീനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്, നല്ല ഈ ന്യൂറോൺ ഡെവലപ്മെൻറ്റ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നന്നായി നടക്കുന്ന സമയത്ത്. അപ്പോൾ അവന് നാളെ അവൻ്റെ ക്യാരക്ടർ എങ്ങനെയാകണോ അതിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട വീട്ടിലുള്ളൊരു ഹോംലി എൻവയോൺമെൻ്റ് ഉണ്ട്. പക്ഷേ ഈ സ്ക്രീന് കണ്ട് വളരുന്ന കുട്ടിക്ക് സത്യത്തിൽ ആ കുട്ടിനെ നമ്മളല്ല വളർത്തുന്നത്, അവനെ സോഷ്യൽ മീഡിയയാണ് വളർത്തുന്നത്. സോഷ്യൽ മീഡിയ കൊടുക്കുന്ന എൻവയോൺമെൻറ്റിലാണ് അവൻ്റെ ബ്രെയിനിലെ കണക്ഷൻസ് കംപ്ലീറ്റ് രൂപപ്പെടുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്ന മാത്രമല്ല കേൾക്കണം എന്നുള്ള കാര്യം പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പം സോഷ്യൽ മീഡിയ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ടീച്ചേഴ്സാണ്, നമ്മൾ കുട്ടികൾക്ക് കണ്ടന്റ് കൊടുക്കലും എഴുതാനുള്ള കൊടുക്കലൊക്കെ അധികം സോഷ്യൽ മീഡിയയിലേക്ക് വാട്സപ്പിലൂടെ കൊടുക്കും. അപ്പോൾ അത് കുട്ടിക്ക് അത് മാറ്റി ഒരിക്കലും പഠിക്കാനോ ജീവിക്കാനോ ഒന്നും കഴിയൂല. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം 3 വയസ്സ് വരെ ഒരു നിലക്കും സ്ക്രീൻ പാടില്ലാതെ തന്നെ വളർത്തണം എന്നാണ് നമ്മൾ പൊതുവേ പറയാറ്. 3 വയസ്സ് വരെ. 3 വയസ്സിന് ശേഷം ലിമിറ്റഡ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര സമയം നമുക്ക് ലിമിറ്റ് ചെയ്യാം. അപ്പോൾ ഡെയിലി വേണമെങ്കിൽ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഡെയിലി ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വീക്കിലി ഇത്ര ഒരു 2 അവർ അല്ലെങ്കിൽ 1 അവർ, അത് ഏജ് കൂടുന്നതിനനുസരിച്ച് കൂട്ടി കൊണ്ടുവരാം. അതൊരു ക്ലിയർ ഒരു ലിമിറ്റേഷൻ, ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ
പാരൻസും കുട്ടിയും തമ്മിൽ ഉണ്ടാവണം. ഒരു മ്യൂച്വലി എഗ്രി ചെയ്ത റൂളായിട്ട് ഇടയിൽ ഉണ്ടാവണം എന്നുള്ള. അപ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. അത് നമുക്ക് റൂളായിട്ട് കൊണ്ടുവരാം. വീട്ടിലുള്ള ഇപ്പോൾ നിങ്ങൾ ഇത്ര സമയമാണ് യൂസ് ചെയ്യേണ്ടത്, ഞങ്ങൾ ഇത്ര സമയമാണ് യൂസ് ചെയ്യുക എന്നൊരു റൂളായിട്ട് ഉണ്ടാവാം. ഇപ്പം അമീർക്ക് പറഞ്ഞ ടീനേജിലേക്ക് കയറുന്ന കുട്ടിയൊക്കെ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ഒരു ത്വര വരും. അവർക്ക് പിന്നെ നെഗറ്റീവിലേറെ പോസിറ്റീവ് അതിൻ്റെ വശങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി കുട്ടികൾക്ക് സ്വന്തമായിട്ട് പാരൻസ് മൊബൈൽ വാങ്ങിക്കൊടുക്കും. ശരിക്കും ഇപ്പോൾ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട്, അതായത് കുട്ടി വീട്ടിലുണ്ട്, ഹോസ്റ്റലിലോ പുറത്തൊന്നും പഠിക്കാൻ പോകാത്തൊരു കുട്ടി, അങ്ങനെ ഒരു കുട്ടിക്ക് ശരിക്കും ഒരു പാരൻറ്റ് മൊബൈൽ വാങ്ങി കൊടുക്കേണ്ട ഒരു സമയം ശരിക്കും അതാ. അങ്ങനെ ചോദിച്ചാൽ അത് ഡിപ്പെൻസാണ്. അങ്ങനെ നമുക്കൊരു പ്രായം അത് പറയാൻ ഡിഫിക്കൽട്ടാണ്. കാരണം മൊബൈൽ എന്നുള്ളത് നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മൊബൈലിലൂടെ നടക്കുന്നു. നമ്മളിപ്പോൾ ഒരു 30 വർഷം മുമ്പ് നമ്മൾ ഡെയിലി ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കൾ ഇന്ന് മൊബൈലിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലക്ക് മൊബൈൽ ഒരുപാട് ഉപകാരപ്പെടുന്ന സാധനമാണ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പലതും നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് അപ്പോൾ നമുക്ക് കുട്ടികളെ പിന്നെ ഒരു ലേറ്റ് ടീനേജിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷെ നാളത്തെ ഒരു ലോകം എന്നുള്ളത് ഫുള്ളി സോഷ്യൽ മീഡിയയുടെ ഈ ഏത് കരിയറിലേക്ക് നമ്മൾ മക്കൾ പോയാലും ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ളൊരു കരിയറാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇവന് അതിലൊരു ഗ്യാപ്പ് നമ്മളെ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. 1. 2, ഇപ്പോൾ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഒരു എല്ലാ സൊസൈറ്റിയിലും ഉണ്ടാകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പോൾ മുമ്പാണെങ്കിൽ നമ്മൾ കത്തെഴുതലാണ് ദൂരമുള്ള ആളുകൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി. അത് ഇമെയിലായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെലിഫോൺ വിളികളായി, ഇങ്ങനെ പല രൂപത്തിലാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ ബന്ധങ്ങൾ നിലനിർത്താനുള്ള കമ്മ്യൂണിക്കേഷൻ പല രൂപത്തിലാണ് നടക്കുക. ഇന്നത്തെ നമ്മളെ മക്കളുടെ ബന്ധങ്ങൾ നിലനിർത്തണമെന്ന് പറഞ്ഞാൽ അതിന് സോഷ്യൽ മീഡിയയാണ് അതിൻ്റെ. അതിപ്പോൾ അന്നത്തെ പോസ്റ്റ് ഓഫീസ് പോലെയാണ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ മെസ്സേജിങ്. കാരണം ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും തടഞ്ഞുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കണക്ഷൻസ് ഒന്നും നടക്കാത്ത രൂപത്തിൽ വെക്കുന്നതും അതും ഒരു ശരിയായ രൂപമാണെന്ന് വെച്ചാൽ അവൻ ആ കണക്ഷൻസ് നടക്കണമല്ലോ. അപ്പോൾ അവിടെ ഒന്ന് നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ കുട്ടിയുമായിട്ട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടാവണം. അതായത് മൊബൈൽ ഫോണിൽ അപകടങ്ങളുണ്ട്, പോണോഗ്രാഫി കാണാനുള്ള സാധ്യതകളുണ്ട്, അങ്ങനെയുള്ള സംഗതികളെല്ലാം ഒരു മാതാപിതാക്കൾക്ക് മക്കളോട് തുറന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. റിയൽ സോഴ്സിന്റെ ഒരു അഭാവം ശരിക്കും കുട്ടികളെ നല്ലോണം ബാധിക്കുന്നു. നല്ല ഗൈഡൻസ്. കാരണം ഇവരെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെ ഇവർക്ക് നല്ല ഡിസിഷൻസ് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ഇവരുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ആകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഫ്രണ്ടൽ കോർട്ടെക്സ് ആയിരിക്കണം അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രൂപത്തിലൊരു ഗൈഡൻസ് അവർക്ക് കൊടുക്കാൻ കഴിയും. അല്ല, ഇപ്പോൾ പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി, ഓക്കെ, അവളുടെ സംശയങ്ങളൊക്കെ ശരിക്കൊരു അവിടെ പാരന്റ് ഉമ്മാനിടുന്ന കാര്യമായിട്ട് ആ കുട്ടി പഠിക്കണം. കാരണം എക്സ്പീരിയൻസ്ഡായ ഒരാൾ മുമ്പിലുണ്ട്, ആ ഉമ്മ അവരുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതേ ടൈമിൽ പ്രായപൂർത്തി വന്നൊരു ആൺകുട്ടിയുണ്ട്, ഓന് ടീനേജിൻ്റെ കുറേ സംശയങ്ങളുണ്ട്, കുറേ എന്തൊക്കെയോ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ശരിക്കും ഓനറിയണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവൻ്റെ കൂടുതൽ മൂത്താപ്പായിരുന്നേ കാരണം 2-3 ഏജ് ഗ്യാപ്പ് കൂടുതൽ ആൾക്കാരെന്നോ അല്ലെങ്കിൽ അവൻ്റെ ഗ്യാങ്ങെന്നോ മാത്രം അറിയുന്ന കാര്യങ്ങളെ അവൻ PhD ആയിട്ട് കാണുകയാണ്. പിന്നെ അതിൻ്റെതായ അതിൽ തന്നെ കുറേ തെറ്റിദ്ധാരണ. ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഈ വിഷയത്തിലില്ലല്ലോ. അത് ശരിക്കും ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് പാരൻസ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആവണം. അതിനൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഏത് വിഷയവും മക്കളോട് സംസാരിക്കാനുള്ളൊരു സ്പേസ് വീട്ടിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്പണായിട്ട് സംസാരിക്കാം. ഇനി അതേസമയം ചിലപ്പോൾ ചില കുട്ടികൾ ഭയങ്കര നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ഓരോ കുട്ടീൻ്റെ മെച്യൂരിറ്റി ലെവല് ഒക്കെ നമുക്കറിയാം, മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണെങ്കിൽ ചില കേസിൽ ചിലപ്പോൾ മൊബൈൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. എനിക്ക് തോന്നുന്നൊരു ആശയം തരുമോ, ടാബ് പോലത്തെ സംഭവങ്ങൾ ചെറിയ പ്രായത്തിൽ കൊടുക്കുക. ചെറിയ പ്രായം പറഞ്ഞാൽ 10 ക്ലാസ് കഴിഞ്ഞ ഉടനെ. അപ്പം പേരൻ്റെ കൺട്രോളിലേക്കാരം വൈഫൈ ഉപയോഗിക്കുന്ന ടാബ് ആണെങ്കിൽ പേരൻ്റ് കൊടുക്കുന്ന ലിമിറ്റേഷൻ ടൈമിൽ ആ കുട്ടി നെറ്റ് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളൂ. വൈവിട്ട ബന്ധങ്ങളിലേക്കൊന്നും പോകാൻ ചാൻസ് ഇല്ല. കുറച്ചുകൂടെ കുട്ടി മെച്യൂർഡ് ആയി എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മൊബൈലിലേക്ക് മാറ്റാൻ തോന്നുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴും നമ്മൾ ഒരിക്കലും
കുട്ടിയെ സംശയിക്കുന്ന രക്ഷിതാക്കളായി ഒരിക്കലും നമ്മൾ മാറരുത്. നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആധുനിക കാലത്ത് പിന്നെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ കുട്ടി ഉപയോഗിക്കും വേണം. അപ്പം അതിന് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട്. പക്ഷേ നമ്മൾ പ്രോപ്പർ ഗൈഡൻസും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യരുത്. നമ്മളൊരു ഈ ഹെലികോപ്റ്റർ പാരൻറ്റിംഗ് എന്നൊക്കെ പറയും. കുട്ടിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വട്ടിട്ട് പറഞ്ഞ് ഓനെ ഏതൊക്കെ സൈറ്റ് നോക്കി, അവനെ ഏതൊക്കെ ആപ്പ് നോക്കി, അവനെ ഏതൊക്കെ ആർക്കൊക്കെ മെസ്സേജ് അയച്ചു, അങ്ങനെ നമ്മൾ കുട്ടിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളായിട്ട് മാറിയാൽ ശരിക്കും കുട്ടിയും രക്ഷിതാക്കളും തമ്മിലുള്ള ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന് കൂടുതൽ കള്ളത്തരങ്ങൾ കാണിക്കാനേ പിന്നെ എന്ത് ചെയ്യുള്ളൂ, തുടങ്ങുള്ളൂ. അതൊരു പണ്ഡിതൻ പറയുന്നുണ്ട്, പിന്നെ വലാത്തക്കുല അലഹി കുഫ്ലൻ, നിങ്ങളെ മക്കളെ ലോക്കിട്ട് വെക്കരുത്. അങ്ങനെ ലോക്കിട്ട് വെച്ചാൽ യമുല്ലോ ഹയാത്ത്, അവർക്ക് നിങ്ങളുടെ ജീവിതം ഭയങ്കര മടുപ്പേക്കാരം. നിങ്ങളെ കൂടെ ഇരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, നിങ്ങൾ ഗൾഫിക്ക് പോകാൻ ആഗ്രഹിക്കും, ഞായറാഴ്ച സ്കൂൾ ഉണ്ടാകും കുട്ടി ആഗ്രഹിക്കും. പക്ഷെ രണ്ടാമത്തെ ഘട്ടം പണ്ഡിതൻ പറയുന്നത് എത്തമന്നോ മൗത്തക്ക്, അവർ നിങ്ങളെ മരണം ആഗ്രഹിക്കുന്ന, മരിച്ചിട്ടേ കുറച്ച് സമാധാനം കിട്ടും എന്നാലും അവർക്ക് നിങ്ങളെ മക്കൾ മാറുന്നതാണ്. ഓവർ കൺട്രോളിങ് ഏതായാലും കൺട്രോളിങ് അല്ല വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, ട്രസ്റ്റ് ചെയ്യുക. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ ചില കുട്ടികൾക്ക് പിന്നെ അഡിക്ഷൻ അല്ലെങ്കിൽ അവരുടെ പോണോഗ്രഫിയോ ബന്ധപ്പെട്ട വീഡിയോ മൊബൈലിൽ നിന്ന് കാണുകയോ പ്രണയം പിടിക്കുകയോ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് പിടിക്കുക കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീനെ ഭയങ്കര ഒരു പിന്നെ കുറ്റവാളിനെ പോലെ രക്ഷിതാക്കൾ കാണുക. പിന്നെ ആ കുട്ടി റിബലാവുകയാണ് കുറച്ചും കൂടെ. വേറെ പ്രത്യേകിച്ച് മെച്ചമൊന്നും ആ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. നമ്മളെ കുട്ടി ഇപ്പോൾ നമ്മളെ മക്കൾ എന്തെങ്കിലും ഇത്തരം സംഗതികളിൽ പെട്ടാൽ ഇപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കണം. കാരണം എന്താ, ലോകം അത്രയും നമ്മളെ സൊസൈറ്റി അത്രയും പിന്നെ ഇങ്ങനത്തെ ദുശ്ശീലങ്ങൾ കൊണ്ട് നിറഞ്ഞാണ്. മാത്രമല്ല ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മക്കൾ ഒരു ലഹരി ഉപയോഗിക്കുന്നതിൽ നമ്മളെ മക്കളെ കണ്ടേക്കാം. പ്രണയത്തിൻ്റെ കേസിൽ നമ്മളെ മക്കളെ കണ്ടേക്കാം. പോണോഗ്രഫി കാണുന്നതിൽ നമ്മളെ മക്കളെ കണ്ടേക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. ഉപ്പാക്കും ഉമ്മാക്കൊക്കെ എന്തായാലും ഷോക്കിംഗ് ആയിരിക്കും. പക്ഷേ നമ്മളത് കാണുന്ന സമയത്ത് ഒരിക്കലും റിയാക്റ്റീവായിട്ട് പ്രതികരിക്കരുത്. ഒന്ന്, ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയില്ലെങ്കിൽ അറിയുന്ന പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ അത് പിന്നെ അടിക്കുക, റൂമിൽ പൂട്ടിയിടുക, അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സംഗതികളെല്ലാം കുട്ടി കൂടുതൽ റിബലാകാനുള്ള സാധ്യതകളിലേക്ക് കുട്ടിക്ക് അറിയില്ല, ഇതിന്റെ ശരിയും തെറ്റുന്ന കുട്ടിക്ക് മനസ്സിലാവാൻ. നമ്മൾക്ക് അതിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമ്മളെ കുട്ടി റോഡിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി വന്നിടിച്ചു, ഒരു ആക്സിഡൻ്റ് ആയി. ആ ആക്സിഡൻ്റ് ആയ കുട്ടീനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? നമ്മൾ അവനെ എടുക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അത് മാറുന്നത് വരെ നമ്മൾ അവൻ്റെ കൂടെ നിൽക്കും, കൊടുക്കും. ഇതും ഒരു ആക്സിഡൻ്റ് ആണ്. ഈ ഡ്രഗ് ആണെങ്കിലും പോണോഗ്രഫി ആണെങ്കിലും പ്രണയമാണെങ്കിലൊക്കെ ഇവൻ സൊസൈറ്റിയിൽ ഉണ്ടായ എവിൾസ് കൊണ്ട് ഇവൻ അകപ്പെട്ട ഒരു ആക്സിഡൻ്റ് ആണ്. ആ ആക്സിഡൻറ്റിൽ അവനെ പ്രതിസ്ഥാനത്ത് നിർത്താതെ അല്ലെങ്കിൽ അവനെയോ അവളെയോ കുറ്റപ്പെടുത്താതെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ അപകടത്തിൽ നിന്ന് പുറത്ത് വരുന്നവരെ നമ്മൾ അവരെ കൂടെ നിൽക്കുക തന്നെയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ഇന്ന് റീകവറി അവർക്ക് കഴിയുള്ളൂ. ഈ പല ആൾക്കാർക്കും അറിയാം ഞങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ട് എന്നുള്ള വിഷയം. പക്ഷെ അവർ കുറേ റിക്കവർ ആകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ 1-2 ദിവസങ്ങൾ മാത്രം ശ്രമിച്ച് പിന്നെ വീണ്ടും പരാജയപ്പെടുന്നു, റിഗ്രറ്റ് ചെയ്യുന്നു, വീണ്ടും പഴയ പോലത്തെ മടങ്ങിയിരുന്നു. അപ്പോൾ ഇതൊന്നിപ്പം ഈ അഡിക്ഷൻ റിക്കവർ ആയിട്ട് വരാൻ അവരെന്താ ചെയ്യേണ്ടേ? അതിൻ്റെ സ്ട്രാറ്റജി, സ്റ്റെപ്സ് ഒക്കെ എങ്ങനെയാണ്? അപ്പോൾ പല അഡിക്ഷൻ പ്രോസസ്സ് എല്ലാത്തിലും സെയിം, ബ്രെയിനിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എല്ലാത്തിലും സെയിം ആണ്. അപ്പോൾ അഡിക്ഷന് ഒന്ന് വേണ്ടത് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു ആഗ്രഹമാണ്, സ്വയം ആഗ്രഹം വേണം. ആദ്യം തിരിച്ചറിയണം ഞാൻ അഡിക്ഷനിലാണ് എന്നുള്ളത്. രണ്ടാമത് ഇതിന് പുറത്ത് കിടക്കാനുള്ള ആഗ്രഹം വേണം. പിന്നെ അതിൽ പിന്നെ ഒന്ന് ബൈൻഡിങ് എന്ന് പറയും, അതായത് നമ്മളെ തന്നെ കെട്ടിയിടുന്ന രൂപത്തിൽ, നമ്മളെ ടെംപ്റ്റേഷനെ നിയന്ത്രിക്കുന്ന രൂപത്തിൽ ഒരു സെൽഫ് ബൈൻഡിങ്ങിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ അത് പിന്നെ ഭയങ്കര പിന്നെ ടഫാണ്. കാരണം നമ്മളെ തന്നെ പിന്നെ ആ ടെംപ്റ്റേഷനെ അടിച്ചമർത്തിക്കൊണ്ട് പിന്നെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുക, ആ സിറ്റുവേഷനിൽ നിന്ന് വേറൊരു ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മൾ പോകുക എന്നുള്ളത്. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് ഇപ്പോൾ പുറത്ത് കളിക്കാൻ പോവുക, അങ്ങനെ ആ ടെംപ്റ്റേഷൻ എത്ര ഹൈ ആണെങ്കിലും അതിനെ മറികടന്ന് കൊണ്ട് പോകുക എന്നുള്ളതാണ്. ഇത്രയും ഒരു ഡോപ്പമിൻ റഷ് കിട്ടിയ സംഭവത്തിന് നമ്മളുടെ മാറാനുള്ള ഒരു ഇതുണ്ട്. അത് ഒന്ന് നമ്മൾ അതിൽ നിൽക്കും തോറും ഈ പിന്നെ അഡിക്ഷൻ്റെ പ്രധാനപ്പെട്ട 2 സംഗതികൾ, ഒന്ന് ടോളറൻസ് എന്നുള്ളത്. ടോളറൻസ് അത് സ്റ്റേജ് കൂടും. കാരണം ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്ന ആളുകൾ, കഞ്ചാവ് വലിക്കുന്നത് ആഴ്ചയിൽ 1 വലിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ഫീല് പിന്നീട് കിട്ടണമെങ്കിൽ ആഴ്ചയിൽ 2 വലിക്കേണ്ടി വരും. അപ്പോൾ ബ്രെയിൻ അതിനോട് ടോളറേറ്റ് ആയിട്ട് പോകണം. അപ്പോൾ നമ്മളത് എമൗണ്ട് കൂടും. അപ്പോൾ അത് ബ്രെയിൻ ടോളറേഷനിലേക്ക് പോകുന്നതോറും നമ്മൾ അഡിക്ഷൻ്റെ ഡെപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. 2, നമ്മൾ ഇത് കിട്ടാതെ വന്നാൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. അത് മെൻ്റൽ സിംറ്റംസ് ഉണ്ടാവും, ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവും, പല ഇത് തലവേദന, പിന്നെ വൊമിറ്റിങ്,
പിന്നെ ആങ്സൈറ്റി, ഇങ്ങനെ പല ദേഷ്യം വരിക. പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. ഫിസിക്കലി ഉണ്ടാവും, മെൻ്റലി ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമുക്ക് വിഡ്രോൾ സിംറ്റംസ് ഉണ്ടാവും. പിന്നെ ഈ ടോളറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഹൈ ടെംപ്റ്റേഷൻ ഈ കാരണം. പിന്നെ അതിൽ വേറൊന്ന് സെൽഫ് ബൈൻഡിങ്ങിൽ തന്നെ ഇപ്പോൾ കാറ്റഗറിക്കൽ സെൽഫ് ബൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അതായത് ഇപ്പോൾ പല ടൈപ്പ് ഓഫ് അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് മറ്റേത് കുറച്ച് പിന്നെ നിലനിർത്തിക്കൊണ്ട് ഓരോന്നിനും ഒഴിവാക്കി കൊണ്ടുവരിക. അതേപോലെ തന്നെ പിന്നെ ഈ സെൽഫ് ബൈൻഡിങ് തന്നെ നമുക്ക് ചില ടൈം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ പോണോഗ്രഫിക്ക് അഡിക്ഷനാണ്, അല്ലെങ്കിൽ പിന്നെ MDMA ഹൈ ആണ്, MDMA ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഞായറാഴ്ച മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഡെയിലി മദ്യം കഴിക്കുന്ന ആളാണ്, അപ്പോൾ ഞാൻ ഈ മദ്യം ഞായറാഴ്ച മാത്രമേ കഴിക്കുള്ളൂ, ഇന്ന് ഉപയോഗിക്കണം നാളെ ഉപയോഗിക്കണുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇപ്പോൾ സിഗരറ്റ് ഡെയിലി 5 വലിക്കുന്ന ആളാണ്, അപ്പോൾ ഞാൻ ഇനി മുതൽ 5 മണിക്ക് ശേഷം സിഗരറ്റ് വലിക്കുള്ളൂ. ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ സാധ്യമാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതായത് എത്രത്തോളം ഇത് ടോളറേഷൻ ലെവലിലേക്ക് പോയിട്ടുണ്ടോ അത്രയും ഇത് എന്ത് ചെയ്യും, ടൈം എടുക്കും. പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് പോകാം. ഞാനിതുമായി ബന്ധപ്പെട്ടൊരു സംഭവം വായിച്ചിരുന്നു. അത് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, പൂർണ്ണമായിട്ട് കോൺഫിഡൻ്റ് ഒരാളുടെ സംഭവങ്ങൾ പറയണം. അങ്ങനെ ഉണ്ട്, ശരിക്കും പറയണമെന്നുണ്ടോ? അഡൾട്ട്സിനോട്, അതായത് നമ്മളെ നന്നായി ഗൈഡ് ചെയ്യുന്ന അഡൾട്ടിനോട് പറയാം. അതേപോലെ നല്ലൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ നമുക്കിതിനൊരു തെറാപ്പി ചെയ്യാം. ചിലപ്പോൾ നമ്മളെ കൊണ്ട് സ്വയം ചെയ്യാൻ കഴിയില്ല. പൊതുവൊരു ബയാസാണ് ഇങ്ങനെ സൈക്കോളജിസ്റ്റ് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ വലിയ പ്രശ്നമാണ് എന്നുള്ള രൂപത്തിലാണ്. നമ്മളെ ശരീരത്തിന് അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കണം, മെന്റലി മനസ്സിന് അസുഖം വന്നാൽ, ബ്രെയിനിന് അസുഖം വന്നാലും ഡോക്ടറെ കാണിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ തെറാപ്പി, ഇപ്പോൾ CBT പോലെ ബിഹേവിയറൽ തെറാപ്പികൾ ചെയ്തുകൊണ്ട് നമുക്ക് പോകും. ഇനി അങ്ങനെയൊക്കെ മാറിയാലും ഇപ്പോൾ പലതും പല ടൈം എടുക്കുക, 2 മാസം മുതൽ ഇങ്ങനെ സമയങ്ങൾ എടുക്കും. അതിൽ തന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഡോപ്പമിൻ റഷ് ഹൈ ആയി നിൽക്കുന്ന സമയത്ത് ഏറ്റവും ഹൈയിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ MDMA ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും ഹൈയിലേക്ക് നമ്മളെ ത്രില്ലിങ് പോകുമ്പോൾ നമ്മളെ ഈ ലിംബിക് സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മളെ ലോങ് ടേം മെമ്മറി നമ്മൾ ആ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ചില ക്യൂസ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്യൂപ്പിളാവാം, പ്ലേസ് ആവാം, തിങ്സ് ആവാം, ആളുകളാവാം, സ്ഥലങ്ങളാവാം, വസ്തുക്കളാവാം. അപ്പോൾ ഞാൻ സിഗരറ്റ് വലിച്ചിരുന്ന ഒരു ഗ്യാങ് ഉണ്ട്, ഞങ്ങളൊരു 5 പേരെ സുഹൃത്തുക്കൾ. അപ്പോൾ ഞാൻ സിഗരറ്റ് വലി നിർത്തി. കാരണം അഡിക്ഷൻ നിർത്തുമ്പോൾ ഈ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യണം എന്നാണ്. എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ നല്ല രൂപത്തിൽ എഫേർട്ട് എടുത്തിട്ട് ഞാൻ സിഗരറ്റ് വലി പൂർണ്ണമായിട്ട് നിർത്തി. 1 വർഷം കഴിഞ്ഞ് ആ 5 പേരിൽ 2 പേരെ ഞാൻ ഒരു ദിവസം കണ്ടാൽ എനിക്ക് എന്ത് ചെയ്യും, ഈ ലോങ് ടേം മെമ്മറിയിൽ നിന്ന് ഇത് ട്രിഗർ ചെയ്യും. അത് ആ ക്യൂ ട്രിഗർ ചെയ്യുന്നതാണ്. അപ്പോൾ ചില സ്ഥലങ്ങൾ, ഇപ്പോൾ ചില ആൾക്കാർ മൂന്നാർ പോയാൽ മാത്രം സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, ഊട്ടി പോയാൽ മാത്രം വലിക്കുന്ന ആൾക്കാർ. അതെന്താ വെച്ചാൽ മൂന്നാർ പോയപ്പോൾ സിഗരറ്റ് വലിച്ചത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചത് അത് പിന്നെന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. അപ്പം അത് എല്ലാ അഡിക്ഷനെയും പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞ് നമ്മൾ റീലാപ്സ് എന്നാണ് പറയുക. നമ്മൾ നിർത്തിയ ഈ അഡിക്ഷൻ പ്രോസസ്സ് വീണ്ടും എന്ത് ചെയ്യും, റീലാപ്സ് ചെയ്തിട്ട് വരും. അപ്പോൾ നല്ല ടൈം എടുക്കും അത്. അപ്പോൾ നമ്മൾ ഈ എൻവയോൺമെൻറ്റിനെ പിന്നെ കുറച്ച് കാലത്തേക്ക് ഒരു കാരണവശാലും അത് നമ്മൾ പിന്നെ ആ അഡിക്ഷൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന, എന്ത് അഡിക്ഷൻ ആണെങ്കിലും ഉപയോഗിച്ചിരുന്ന ആളുകളുമായിട്ടുള്ള എല്ലാ കണക്ഷൻസും വേർപ്പെടുത്തുക, ആ സ്ഥലങ്ങളുമായിട്ടുള്ളത് വേർപ്പെടുത്തുക. പാവലോന്റെ പട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറി പറയുന്നത് സ്വാഭാവികമായിട്ട് ചില കുട്ടികളൊക്കെ തെറ്റ് അവസാനിപ്പിക്കും. പക്ഷെ ഡെയിലി ആ കുട്ടി ആ റൂമിൽ നിന്നൊക്കെ തെറ്റ് ചെയ്ത് അവിടെ തന്നെ ഒന്ന് കിടന്നു വീണ്ടും ആ ട്രിഗർ ഇങ്ങനെ വരുന്നുണ്ട്. അതേപോലെ പിന്നെ ചില വസ്തുക്കൾ, ഇപ്പോൾ ബാറിൽ പോയി മദ്യം കഴിച്ച ആൾ, ആ ബാറിൽ ഒരു ഗ്ലാസ് ഉണ്ടാവും. ആ ഗ്ലാസ് പിന്നെ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അങ്ങനത്തെ അതേ ഷേപ്പുള്ള ഗ്ലാസ്സിൽ ജ്യൂസ് കൊടുത്താൽ വീണ്ടും എന്ത് ചെയ്യും, ചിലപ്പോൾ ട്രിഗർ ചെയ്യും. അപ്പം അങ്ങനത്തെ സംഗതികളൊന്നും. ഡോപ്പമിൻ ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ, ഡോപ്പമിൻ ഡിറ്റോക്സ്. അപ്പോൾ ഇതിലൂടെ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഡോപ്പമിനെ ആ നോർമൽ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ്സാണ്. അതായത് അയാൾ എത്രമാത്രം അഡിക്റ്റ് അത്രയും ടൈം എടുക്കും, ടൈം എടുക്കും. പിന്നെ 3 മാസം മുതൽ 1 ഇയർ മുതൽ 2 ഇയർ വരെ എടുക്കും. പക്ഷെ പിന്നെയും ചിലപ്പോൾ റീലാപ്സിലേക്ക് പോകാം, പിന്നെയും ഇതേ പ്രോസസ്സിൽ ടൈം എടുക്കാൻ. ഓക്കെ, നമ്മൾക്കിത് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ഇവിടെ ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പൊ നമ്മൾ
അഡിക്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ ശരിക്കും അയാളെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്. അയാളുമായി ബന്ധപ്പെട്ട അയാളുടെ കരിയർ ആണെങ്കിലും അയാളുടെ ഫാമിലി ആണെങ്കിലും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം മൊബൈലിനൊക്കെ അഡിക്റ്റായ ആൾക്കാർക്ക് അയാൾ അഡിക്റ്റ് ആണോ എന്നുള്ളത് അയാളുടെ നാളുകളിൽ ഇപ്പം 2040 ഞാൻ എവിടെ എത്തണം എന്നുള്ളത് ഇപ്പോഴത്തെ എൻ്റെ ഒരു ജീവിതക്കാരൻ പ്രധാനപ്പെട്ട ഒരു സാക്ഷി എന്ന് പറയുന്നത്. അപ്പം ഒരാൾ മൊബൈലിന് അഡിക്റ്റ് ആണെന്നൊക്കെ വേഗം കണ്ടെത്താൻ പറ്റുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ മൊബൈലിന് അഡിക്റ്റ് ആണെന്നുള്ളത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മൾ മൊബൈലിന് അഡിക്റ്റ് ആണ്, നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന്, അതിൻ്റെ യൂസ് എത്ര കൂടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. രണ്ട്, അതില്ലാത്തപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആങ്സൈറ്റി, അത് ഇല്ലാതിരിക്കുമ്പോൾ. അപ്പോൾ അത് ഇപ്പോൾ മൊബൈൽ അഡിക്ഷൻ നമുക്ക് പിന്നെ ഒഴിവാക്കാനുള്ള ചില സംഗതികൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. മൊബൈൽ ഉപയോഗിക്കുന്ന ആരാണെങ്കിലും എല്ലാ നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത്. വാട്സപ്പ് ആണെങ്കിലും സ്നാപ്ചാറ്റ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. കാരണം നോട്ടിഫിക്കേഷനാണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന്, നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാം. രണ്ട് എന്നുള്ളത്, സോഷ്യൽ മീഡിയ ആപ്പ് 1-2 ആഴ്ചത്തേക്ക് ഡിലീറ്റ് ചെയ്യുക. ഒരു 1 വീക്കിലേക്ക് അല്ലെങ്കിൽ 2 വീക്കിലേക്ക് ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്യുക, സ്നാപ്ചാറ്റ് ഡിലീറ്റ് ചെയ്യുക, ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അഡിക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാൻ അത് സഹായിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ടൈമിലൊക്കെ നമുക്ക് കുറേ സമയം ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ ഇയാൾ ഒന്നും പ്രൊഡക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിലേക്ക് തിരിച്ചെത്തിക്കല്ലേ. ഉദാഹരണം, നമ്മൾ ഒരു വലിയ കാർഡ് ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് കുറേ കാലം ഒന്നും ഇതിൽ പിന്നെ ആ കാർഡ് വളരെ അത് ഒന്ന്. അപ്പോൾ അതിൽ വേറൊരു പഠനം എന്താ വെച്ചാൽ, ഇപ്പോൾ 1965 മുതലുള്ള ഏകദേശം 65 മുതൽ 2003 വരെ നമ്മളെ ലെഷർ ടൈം ഉണ്ടല്ലോ, ഒരാൾ ഒരു ആവറേജ് അഡൾട്ടിനുള്ള ഒരു ഫ്രീ ടൈം എന്നുള്ളത് 1965 നിന്ന് 2003 5.1 മണിക്കൂർ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളെ ലെഷർ ടൈം കൂടുകയാണ്. അത് 2040 എത്തുമ്പോഴത്തേക്കും 7 മണിക്കൂറാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അഡിക്ഷനിലേക്ക് പോകുന്ന നമ്മൾ പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം പിന്നെ ഈ ലെഷർ ടൈമിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. വെറുതെ ഇരിക്കുക, അപ്പോൾ ലക്ഷറി ആസ്വദിക്കുക, കൂടുതൽ പ്ലഷർ കിട്ടുന്ന സംഗതികളിലേക്ക് പോകുക. ടെക്നോളജി കുറേ വളരുന്നു. ഇപ്പോൾ നമ്മൾ പണ്ട് പിന്നെ നമ്മളെ സമയം സമയം ലാഭിക്കാൻ കുറേ വർക്ക് ചെയ്യാനുള്ള സമയം കുറയണം, സമയം കുറെ ലാഭിക്കപ്പെടുന്നുണ്ട്. ആ ലാഭിക്കപ്പെടുന്ന സമയം പ്രൊഡക്റ്റീവായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ലാഭിക്കപ്പെടുന്ന സമയത്തിന് ചൂഷണം ചെയ്യാനാണ് ഒരു ലിംബിക് ക്യാപിറ്റലിസം അവിടെ ഇപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ അതിലേക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് ഈ പിന്നെ ഈ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ആപ്പ് ഡിലീറ്റ് ചെയ്യുക. മൂന്നാമത് ചെയ്യാവുന്നൊരു സംഗതി, ഇപ്പോൾ അഡിക്റ്റഡ് ആണെന്ന് തോന്നുന്ന ഒരാൾക്ക് നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു ദിവസം കോൺഷ്യസ്ലി മൊബൈൽ എടുക്കാതെ യാത്ര ചെയ്യുക. നമ്മളിപ്പോഴത്തെ സമയത്ത് വെച്ചാൽ നമ്മൾ ഇൻ കേസ് മൊബൈൽ എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ടെൻഷനാവും മാത്രമല്ല, നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് എറണാകുളം പോവുകയാണെങ്കിലും ഇപ്പോൾ പിന്നെ തിരൂർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ തൃശ്ശൂർ വരെ എത്തിയാലും ചിലപ്പോൾ എന്ത് ചെയ്യും, തിരിച്ച് വന്ന് മൊബൈൽ എടുത്തിട്ടേ പോവുള്ളൂ. നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ മൊബൈൽ എടുക്കാതെ യാത്ര ചെയ്യുന്നത് ഈ മൊബൈൽ അഡിക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാൻ സഹായിക്കുന്നതാണ്. മൂന്നാമത്, വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. അപ്പം അതിൽ ഏറ്റവും പ്രധാനമാണ് ഒന്ന്, ബെഡ്റൂമിൽ നിന്ന് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക, ഒരു മ്യൂച്വൽ ഡൈനിങ് ടേബിളിൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളൊരു ഹാൻഡ് ഡിസ്റ്റൻസിൽ മൊബൈൽ ഉണ്ടാവാതിരിക്കുക. കാരണം കിടക്കുമ്പോഴും നമുക്ക് ഒരു ട്രിഗർ വരും, എടുത്ത് നോക്കാം. അപ്പോൾ അത് എടുത്ത് നോക്കാൻ നമുക്ക് കഴിയാത്ത രൂപത്തിലുള്ള ഡിസ്റ്റൻസിൽ അത് വെക്കണം എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാൻ സഹായിക്കുന്ന ചില ടിപ്സുകളാണ്. ഇതിൽ പിന്നെ നമുക്ക് ശരിക്കൊരു ഈ ഡോപ്പമിൻ നമുക്ക് ആവശ്യമുള്ള സാധനം, നമുക്കൊരു ഫീൽ ഗുഡ് ഹോർമോണാണ്, നമ്മളെ പലതും നേടിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഒക്കെയാണ്. പിന്നെ ഈ ഡോപ്പമിൻ റഷ് പിന്നെ നമുക്ക് കൂടുമ്പോഴാണ് ഈ അഡിക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ അതേസമയം ഡോപ്പമിൻ്റെ പോലെ മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. ഈ സെറോട്ടോണിനും ഡോപ്പമിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഡോപ്പമിൻ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്, സെറോട്ടോണിൻ ഒരു സബ്സ്റ്റൻസിനെയും ബേസ് ചെയ്തല്ല ഇരിക്കുന്നത്. രണ്ടാമത്തത്, ഡോപ്പമിൻ നമ്മൾ എന്തെങ്കിലും ടേക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ, കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലഷറാണ്. സെറോട്ടോണിൻ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുമ്പോൾ, ഗിവിങ് ആണ്, കൊടുക്കുമ്പോൾ കിട്ടുന്ന അതൊരു പ്ലഷർ അല്ല, ഒരു ഫുൾഫിൽമെൻ്റ് ആണ്.
സെറോട്ടോണിൻ എന്ന് പറഞ്ഞാൽ. ഡോപ്പമിൻ തരുന്ന പ്ലഷർ ഷോർട്ട് ടേം ആയിരിക്കും, അത് കുറഞ്ഞ സമയം, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. സെറോട്ടോണിൻ നമുക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ, ഫുൾഫിൽമെന്റ്, അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ സെറോട്ടോണിൻ എങ്ങനെയൊക്കെയാണ് സെറോട്ടോണിൻ്റെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ സഹായിക്കുന്നു, തിരിച്ചൊന്നും ഇല്ലാതെ നമ്മളൊരാളെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഞാൻ ഒരാളെ സഹായിച്ചു എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് സെറോട്ടോണിൻ തരുന്നൊരു ഫീലാണ്, ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. ഞാൻ ആരും കാണാതെ ഒരാൾക്ക് കുറച്ച് പൈസ ചാരിറ്റി ആയിട്ട് കൊടുത്തു, അത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. നമ്മൾ പിന്നെ ഗിഫ്റ്റ് കൊടുക്കുക, ചെറുതായിട്ട് ഓമനിക്കുക, അതേപോലെ നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളുമായിട്ട് ഉള്ളു തുറന്ന് കുറേ നേരം സംസാരിക്കുക, പിന്നെ രോഗികളെ സന്ദർശിക്കുക. സെറോട്ടോണിൻ ഡെവലപ്പ് ആകുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു സംഗതിയാണ് രോഗികളെ സന്ദർശിക്കുക. അപ്പോൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ ഉണ്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തരുന്ന ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോപ്പമൈൻ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ബോധപൂർവം നമ്മളുടെ സെറോട്ടോണിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഇത്തരം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. ശരിക്ക് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ ഈ ഇങ്ങനെയുള്ള ഹദീസുകൾ, ചാരിറ്റി ചെയ്യുക, രോഗികളെ സന്ദർശിക്കുക, ആളുകളെ സഹായിക്കുക, വളണ്ടിയറി വർക്ക് സെറോട്ടോണിൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വളണ്ടിയർ ഓർഗനൈസേഷനിൽ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലെ, അല്ലെങ്കിൽ ദഅവ ഓർഗനൈസേഷനിൽ മറ്റൊരാൾക്ക് ഓരോ സന്ദേശങ്ങൾ, നന്മകൾ എത്തിച്ചു കൊടുക്കുന്ന, ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ ഫുൾഫിൽമെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. അപ്പോൾ നമ്മൾ ഒരു ഡോപ്പമൈൻ പിന്നെ എക്സ്പ്ലോയിറ്റേഷനിലേക്ക് പോകാതെ ഒരു സെറോട്ടോണിൻ ബൂസ്റ്റ് ചെയ്യുന്ന ഇത്തരം സംഗതികൾ കൂടുതലായിട്ട് ചെയ്യണം. നമുക്ക് ലൈഫിൽ ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അഡിക്ഷൻ മാറ്റിവെക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഡോപ്പമിൻ റഷ് ഉണ്ടാക്കുന്ന ഒരു സംഭവം മാറ്റി വെച്ച് സെറോട്ടോണിന്റെ പ്രഷർ ഉണ്ടാക്കുന്നതിലേക്ക് മാറിയാൽ ഒരുപാട് ഒരു പ്ലഷർ അല്ല, ഒരു ഫുൾഫിൽമെന്റ്, ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യണേ, ലാസ്റ്റിംഗ് ഉണ്ടാവും അർത്ഥം. അതെ, അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ഒരിക്കലും നിൽക്കൂല. ഏതായാലും ഇൻഷാല്ലാ കൺക്ലൂഡ് ചെയ്യാം. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പോലെ വിശ്വാസികൾ അശദ്ദ ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോടൊക്കെ ഏറ്റവും ഇഷ്ടം ഉണ്ടാവും. ആ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. ഞാനിങ്ങനെ ഒരു കഥ വായിച്ച ഓർമ്മയുണ്ട്, അതുകൂടെ നമ്മൾ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരു ഉപ്പ തൻ്റെ മകനെയും കൊണ്ട് ഒരു ആപ്പിൾ തോട്ടം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അവന് കുറേ ആപ്പിൾ കാണുന്നു. ഇടയിലൊരു കാഴ്ച മാത്രമേ ഭയങ്കര അത്ഭുതപ്പെടുത്തി. ആ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുപ്പിൻ്റെ അകത്ത് വലിയൊരു ആപ്പിൾ വളർന്ന് പന്തലിച്ച് കിടക്കുന്നു. അപ്പം അവനിത് എങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കുക, അത് എങ്ങനെ സംഭവിച്ച്, ഇത്ര വലിയ ആപ്പിൾ ഈ ചെറിയ ദൂരത്തിനകത്തേക്ക് എങ്ങനെ പ്രവേശിച്ച്. ഉപ്പ സിമ്പിളായിട്ട് ചെയ്യുന്ന പുതിയൊരു ബോട്ടിൽ എടുക്കുന്നു, വളർന്ന് തുടങ്ങുന്ന ഒരു ആപ്പിൾ മുട്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുന്നു, അത് തിരിച്ചു പോകുന്നു. 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങിയിരുന്നു. സ്വാഭാവികമായിട്ടും ആപ്പിൾ ആ കുപ്പിൻ്റെ അകത്ത് വളർന്നു. എന്നിട്ട് ഉപ്പ ചോദിക്കുന്ന ചോദ്യം, ഇത്രയേ ഉള്ളൂ കാര്യം, പക്ഷേ ഇനി ആപ്പിൾ എങ്ങനെ പുറത്തെടുക്കാന്ന് വെച്ച്. അപ്പോൾ അവൻ പറഞ്ഞു, ഒന്നേ കുപ്പി മുറിക്കണം, അല്ലെങ്കിൽ ആപ്പിൾ ഉള്ളുന്ന കുത്തി ചെറുതാക്കി പീസാക്കി വലിച്ചെടുക്കണം. എന്തായാലും 2-1 മുറിവാകുന്ന അർത്ഥം. അതിൻ്റെ കൂടെ ഉപ്പ് പഠിപ്പിച്ചെടുക്കുന്ന വാചകം, ഇങ്ങനെയാണ് മോശപ്പെട്ട ബന്ധങ്ങളിലേക്കും മോശപ്പെട്ട ശീലങ്ങളിലേക്കും നമ്മൾ പെട്ടുപോവുക. തുടക്കത്തിൽ വേണേൽ നമുക്ക് വേഗം പെട്ടെന്ന് നമ്മൾ വലിച്ചു പോരാം, പക്ഷേ നമ്മൾ അതിൽ എത്ര കണ്ട് വളരുന്നോ അത്രമേൽ നമ്മളെ പുറത്തെടുക്കുക എന്നുള്ളത് ടാസ്ക് ആയിരിക്കും. ഒന്നെങ്കിൽ നമ്മൾക്ക് മുറിവാകും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്ക് മുറിവാകും. പലപ്പോഴും ഈ അഡിക്ഷൻ ബേസായിട്ട് വരുന്ന കേസുകളിലൊക്കെ സങ്കടപ്പെടുന്ന മാതാപിതാക്കളെ കാണാം, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന രക്ഷിതാക്കളെ കാണാം, മുറിവേൽക്കുന്ന കുടുംബത്തെ കാണാം. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഏതായാലും നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ഉപകരണങ്ങൾ അത് ഉപയോഗിക്കാനുള്ളതാണ്. ആ ഉപകരണങ്ങളും ആ സിസ്റ്റം ഒന്നും നമ്മളെ ഉപയോഗിക്കുന്നില്ല എന്ന ബോധ്യവും തീരുമാനവും നമ്മൾക്ക് ഉണ്ടാവുക, അത് ഉറപ്പ് വരുത്തുക. ജീവിതം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മൾക്ക് നൽകിയ ബുദ്ധി, വിശേഷ ബുദ്ധി, അതിനെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് സമൂഹത്തിനൊക്കെ എന്ത് അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ആത്മാർത്ഥമായി ചിന്തിച്ച് ഏറ്റവും നല്ല സംശുദ്ധമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ സഹായകമാകട്ടെ ഈ പ്രോഗ്രാം എന്ന് ആത്മാർത്ഥമായി ആശംസിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.